ഹലോ ഫ്രണ്ട്സ്, യു ആർ വാച്ചിങ് ട്രയോസ്കോപ്സ്. നമ്മൾ ഇന്ന് പോകുന്നത് ലുലുവിലേക്കാണ്. അവിടെ ഒരു വൈറലായിട്ടുള്ള ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്താണെന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് 3 hours ഫ്രീ പാർക്കിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ 10 റിയാൽ ഓരോ മണിക്കൂറിനും കൊടുക്കണം. ഞങ്ങളിപ്പോ ഇവിടെ ലുലുവിലേക്ക് വന്നേക്കണത് വൈറലായിട്ടുള്ള ഡ്രൈ വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഷോപ്പിലാട്ടോ നമ്മുടെ വെജിറ്റബിൾ ചിപ്സ് ഉള്ളത്. നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു ഐറ്റം ആട്ടത് നമ്മുടെ വെജിറ്റബിൾസ്, ഡ്രൈ വെജിറ്റബിൾസ്, സ്പൈസി മിക്സ്ഡ് വെജിറ്റബിൾ ചിപ്സ്. എന്തായാലും നമുക്ക് ഇതെന്തായാലും ഒന്ന് ട്രൈ. ഇവിടെ ഇതിന് റേറ്റ് വരുന്നത് 14.95 റിയാലായിട്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 300 രൂപയുടെ ഒക്കെ അടുത്ത് വരും. 100 ഗ്രാംസിനാട്ടോ ഈ റേറ്റ്. എന്തായാലും നമുക്ക് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറേ വീഡിയോസിലേക്ക് കാണണം. അപ്പോൾ എന്തായാലും സംഭവം നന്നായി ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ വൈറലായിട്ട് ഞങ്ങൾ വാങ്ങിയില്ല. എന്തായാലും നമുക്ക് പോയി ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ചിപ്സ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്യേണ്ട. ഫസ്റ്റ് എൻ്റെ ജൂലിക്ക് കൊടുക്കാം. ഇത് ബീൻസ് ആണ്. എങ്ങനെയുണ്ട് ജൂലി? നമ്മുടെ മറ്റേ ഗ്രീൻ ബീൻസ് കടല നമ്മൾ കഴിക്കില്ലേ, ശരിക്കും പച്ചക്കടല, അതിന്റെ സെയിം ടേസ്റ്റ്. സംഭവങ്ങളാട്ടോ. ഇത് ശരിക്കും നമ്മുടെ കഴിക്കുന്ന ശരിക്കും മറ്റേ വെണ്ടയ്ക്കയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. എന്നാൽ നമുക്കങ്ങനെ അതിൻ്റെതായ വെണ്ടയ്ക്ക പച്ചക്ക് അടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ല. ശരിക്കും നമ്മൾ ചിപ്സ് തിന്നണ പോലെ തന്നെ, നമ്മൾ സാധാ ചിപ്സ് കഴിക്കില്ല കായത്ത് പുളിയിട്ട്, അതിനെ പോലെ തന്നെ സംഭവം. പക്ഷെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, വെണ്ടയ്ക്കയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. സംഭവങ്ങളുള്ള എന്തായാലും. അടുത്തത് ബീറ്റ്റൂട്ട്. ഒരു മൈൽഡ് ബീറ്റ്റൂട്ടിന്റെ ടേസ്റ്റ്, മൈൽഡ് ടേസ്റ്റ്. നമ്മുടെ പൊട്ടാറ്റോ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയല്ല, ഇത്രയും കൂടി കട്ടിയുണ്ട്, ഇത്രയും കൂടി ഹാർഡായിട്ടാണ് സംഭവം കൊള്ളുന്നത്. ഇതെന്തത് കുക്കുംബർ ആയിരിക്കില്ലേ? കുക്കുംബർ. ഇത് മീനിന്റെ ഒക്കെ ടേസ്റ്റ്. അടുത്തത് വെറൈറ്റി. ഇത് നമ്മുടെ മഷ്റൂം അല്ല സംഭവം. നാരങ്ങണത് മഷ്റൂം. ഇത് അങ്ങനെ വലിയ പറയാനുള്ള ടേസ്റ്റില്ലേട്ടോ സംഭവം. എന്നാലും ഒരു ചിപ്സ് കഴിക്കുന്ന പോലെ സാധാരണ കഴിക്കാന്ന് മാത്രം. വലിയ ടേസ്റ്റ് അറിയണില്ല, വലിയ ടേസ്റ്റ് തോന്നണില്ല. എങ്ങനെ ചേട്ടാ? അവനെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് കൂട്ടാൻ വെക്കണ സാധനം ജോക്കുട്ടൻ കൂട്ടാൻ വെക്കണതല്ലേ കണ്ടിട്ടുള്ള വെണ്ടയ്ക്ക. അതെന്താ ജോക്കുട്ട? അതെന്താ എങ്ങനെയുണ്ട് ജോക്കുട്ട? സൂപ്പറാണോ ജോക്കുട്ട? സൂപ്പറാണോ? ജോക്കുട്ടൊന്നും കടിക്കണില്ല, എല്ലാം ജസ്റ്റ് ടേസ്റ്റ് ചെയ്യണോ, ജസ്റ്റ് ചപ്പി ടേസ്റ്റ് ചെയ്യണോ. ജോക്കു എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ. എന്തായാലും ജോക്കുട്ടിന് ഇഷ്ടമായിട്ട് സംഭവം. അപ്പൊ നമ്മുടെ ലുലുമാളിത്തെ പർച്ചേസിംഗ് കറക്കെല്ലാം കഴിഞ്ഞത് ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട്. ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു 12 മണി ആവണം. അതായത് നാട്ടിൽ ഒരു 2-2:30 ഇപ്പോഴും കണ്ടില്ല. ഇവിടെ ഫുൾ തിരക്കാണ്. ഇവിടെ പിന്നെ പകലത്തിൽ രാത്രിയിൽ എപ്പോഴും റോഡ് ബ്ലോക്ക് നിരക്കാനാണ്. ഇന്ന് പിന്നെ ഇത്തിരി തിരക്ക് കുറവുണ്ട്. ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. മഴയുടെ ടൈമിൽ ഞങ്ങൾ ഉള്ളിലായിരുന്നു, മാളിന്റെ ഉള്ളിലായിരുന്നു. പുറത്ത് വന്നപ്പോൾ റോഡ് ഫുള്ളും നന്നായി നല്ല മഴ പെയ്തിട്ടുണ്ട്. ആ മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു ഇത്തിരി തിരക്ക് കുറവുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് നല്ല ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാണ് പോകാനായിട്ട്. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ പോയ ലുലു, മുറബാ ലുലു എന്ന് പറയും. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്നത്.
ഇവിടെ ഈ 12 മണി ടൈമിലും ബസ് കണ്ടില്ലേ. സാധാരണ ഇവിടെ ഒരു 11-11:30 വരെയൊക്കെയാണ് ബസ് ഉണ്ടാവാറ്. അത് 6 മണി മുതൽ ടൈം. ഇപ്പൊ നോമ്പ് ടൈം ആയ കാരണം 8 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു വെളുപ്പിന് 2:30-3 മണി വരെ ഉണ്ടാവും ബസ്സിന്റെ ഒക്കെ ടൈം. അപ്പൊ ഓക്കെ, വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ ആരും പോയി അറിയില്ല. അപ്പൊ ഓക്കെ, ശരി, ബൈ.